നമസ്കാരം, ഡോൾഫിൻ രതീഷാണ്. നമ്മുടെ ഒരു പ്രിയ സഹോദരൻ ഇന്ന് കാണാമറയത്തായിട്ട് 11 ദിവസമാവുകയാണ്. ഒരു മുങ്ങൽ വിദഗ്ധൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഡൈവർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. കാര്യം കര പോലെ തന്നെയാണ് ജലാശയങ്ങളും ചില സമയങ്ങളിൽ ഭയങ്കര അപകടകരമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ നമ്മുടെ ആ പുഴയിലെ സംബന്ധിച്ചിടത്തോളം കാലം 6 മുതൽ 7 നോട്ടിക്കൽ മൈൽ സ്പീഡിലാണത് അതിൻ്റെ വെള്ളത്തിൻ്റെ ശക്തമായ കുത്തൊഴുക്ക് എന്ന് പറയുന്നത്. നേവിയുടെ ഒരു പ്രൊസീജിയർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഡൈവർ അല്ലെങ്കിൽ ഒരു സ്കൂബ ഡൈവിങ്ങിൻ്റെ ഒരു പ്രൊസീജിയർ വെച്ചിട്ട് അത് 2 നോട്ടിക്കൽ മൈലിന് മുകളിലായി കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ ഡൈവിങ് അസാധ്യമാണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഞാനിവിടെ നിന്ന് സംസാരിക്കുകയാണ്, പക്ഷേ ഒരിക്കലും നമ്മളിപ്പം ശക്തമായ ഒരു കാറ്റോ അല്ലെങ്കിൽ ഒഴുക്കോ ഉണ്ടെങ്കിൽ എനിക്കിവിടെ നിന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. അത് ഞാൻ ലളിതമായിട്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ വെള്ളത്തിനടിയിലേക്ക് ചെല്ലുമ്പോൾ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും ഒരു ഡൈവർ എന്ന നിലയിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അത് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ നാട്ടുകാർ വൈകാരികമായി ചിലപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാരോടോ അല്ലെങ്കിൽ അവിടെ ഉദ്യോഗസ്ഥരോടോ അത് പെരുമാറുന്നതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരു മാധ്യമം അല്ലെങ്കിൽ മാധ്യമ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു മാധ്യമം എന്ന് പറയുന്നത് കൃത്യമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മീഡിയാസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ എനിക്ക് നമ്മുടെ പല മാധ്യമങ്ങൾക്കും പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. എന്തെന്ന് വെച്ചാൽ ഈ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കറിയാം കൃത്യമായി നമുക്കത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ ഓപ്പറേഷൻ നടത്തേണ്ടതെന്നൊക്കെ അറിയാം. പക്ഷേ നമ്മൾ 1-2 ആൾക്കാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മളവിടെ ഈ പറയുന്ന രക്ഷാപ്രവർത്തകരുടെ വില കൽപ്പിക്കാതെ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ രീതിയെ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത്രയും ദിവസം നമ്മൾ നടത്തിയ രക്ഷാപ്രവർത്തനം വിഫലമായപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ വിലപ്പെട്ട സമയമാണ് അവിടെ വേസ്റ്റായിപ്പോയെന്ന് പറയുന്നത്. തുടക്കത്തിൽ തന്നെ ഞാൻ മീഡിയസിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ MLA കറക്റ്റായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് പറഞ്ഞതാണ്. അദ്ദേഹം വെള്ളത്തിൽ പോയി, നമ്മുടെ അർജുൻ വെള്ളത്തിൽ പോയി ലോറിയുമായി പോയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അവൻ്റെ തെളിവെന്ന് പറയുന്നത് കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പ് ഒരു ടാങ്കർ നമ്മുടെ കാഴ്ചയിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് ദൂരെ മാറി കിടക്കുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് വൈകാരികമായി നമ്മൾ എന്താ പറയുക ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം ഓരോ രക്ഷാപ്രവർത്തകനും ഓരോ സമയം വിലപ്പെട്ടതാണ്. ആ സമയത്തിന് നമ്മൾ ഒരിക്കലും തടസ്സം നിൽക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ എന്താ പറയുക നമുക്ക് അവരെ കുറ്റം പറയാനോ നമുക്ക് കഴിയും. പക്ഷേ ആ സമയം കൊണ്ട് നമ്മൾ ജീവൻ രക്ഷിക്കാൻ പോകുന്ന ആൾക്കാരുടെ വിലപ്പെട്ട സമയമാണ് നഷ്ടമാകുന്നത്. ഇനിയിപ്പം സാധ്യമാകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നോട്ടിക്കൽ ഈ പറയുന്ന സ്പീഡ് അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ ശക്തമായ ഒഴുക്ക് അത് ചെറുതായിട്ട് കുറഞ്ഞാൽ മാത്രമേ ഒരു ഡൈവറെ നമ്മൾ താഴോട്ട് വിടുക. ഡൈവർ എന്ന് പറയുന്നാൽ ഒരു സ്കൂബ ഡൈവർ നേരിടുന്ന വലിയ പ്രശ്നം 2-3 കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് വെച്ചാൽ, പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഡൈവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവിടുത്തെ ചെന്നിട്ട് ആ സ്പോട്ടിലെ കറണ്ട് നമ്മൾ അന്വേഷിച്ചിട്ടായിരിക്കും, ഇല്ലെങ്കിൽ നമ്മളത് സെർച്ച് ചെയ്ത് അതിന് തിരക്കി അത് കൃത്യമായ അളവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു ഡൈവറിനെ പറഞ്ഞു വിടുന്നത്. കാര്യം ഓക്സിജനാണ് നമുക്ക് ഇതിനകത്ത് ഡിമാൻഡ് വാല്യൂ. കാര്യം നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ചിട്ടുള്ള ഓക്സിജനാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമുക്ക് ഇത്രയും കറണ്ട് ഉള്ള ഇത്രയും നല്ല കുത്തൊഴുക്കുള്ള ഒരു സ്ഥലത്ത് ചിലപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഈ സ്കൂബയുടെ ഈ പറയുന്ന സിലിണ്ടറുകളൊക്കെ പ്രവർത്തിക്കണമെന്നില്ല. ചിലപ്പോൾ അത് മാത്രമല്ല, അവിടെ ചിലപ്പം ഈ പറയുന്ന അടിയിൽ ചെല്ലുന്ന സമയത്ത് തന്നെ അവിടെ മരങ്ങൾ ചിലപ്പം കടപുഴകി വീണിട്ടുണ്ടായിരിക്കാം, ഇതിനോടൊപ്പം അതിൻ്റെ കൂട്ടത്തോടെ പോയിരിക്കാം. അപ്പോൾ ഡൈവേഴ്സ് അവിടെ കുരുങ്ങാൻ സാധ്യതയുണ്ട്. ലൈഫ് ലൈൻ കുരുങ്ങി ചിലപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകാൻ അതിനകത്ത് ഇടവരാം. അപ്പോൾ തീർച്ചയായും പ്രകൃതിയെ വെല്ലുവിളിച്ചുകൊണ്ട് നമുക്ക് ഒരു രക്ഷാപ്രവർത്തനവും ഇതുവരെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യസാധ്യമായ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും മികച്ച ഫോഴ്സിൽ ഏറ്റവും നല്ല ഡൈവേഴ്സും എല്ലാം ഏറ്റവും നല്ല ഓഫീസേഴ്സുമാണ് ഇപ്പോൾ അവിടെ നിലവിലുള്ളത്. നമുക്ക് കാത്തിരിക്കാം. കാര്യം നമുക്ക് കുറ്റം പറയാൻ ആർക്കും പറ്റും. സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് വിളിച്ചു പറയാം. പക്ഷേ അതെല്ലാം പറയുന്നത് കുറച്ചുകൂടെ പ്രായോഗികമായി അവിടെ പ്രവൃത്തിയിൽ അത് വരുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നോക്കണം. ഓക്കെ, താങ്ക് യു.